ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ മാത്രം അകലെയുള്ള അരിപ്പ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ. KFDCയുടെ അണ്ടറിൽ വരുന്ന ഈ അരിപ്പ ഫോറസ്റ്റിൽ നമുക്ക് പലതരം ട്രക്കിംഗ് പാക്കേജസ് അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചെറിയ ട്രക്കിംഗ് പാക്കേജസ് മുതൽ വൈൽഡ് ആനിമൽസിനെ കാണുന്ന ഹാർഡ് ട്രക്കിങ്ങും അതുപോലെ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സെപ്പറേറ്റ് ട്രക്കിങ്ങും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് പ്രദേശങ്ങളിൽ ഒന്നായ ശാസ്താ നടയോട് ചേർന്നാണ് ഈ അരിപ്പ വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അരിപ്പ ഫോറസ്റ്റ് ശരിക്കും ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു സ്വർഗം തന്നെയാണ്. ഇവിടെ നിന്നാണ് മക്കാച്ചിക്കാട അഥവാ ശ്രീലങ്കൻ ഫ്രോഗ് മോത്തിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇനി ഇങ്ങോട്ടേക്ക് എത്താനുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് പറയാം. ഇത് ഏകദേശം ട്രിവാൻഡ്രം കൊല്ലം ഒരു ബോർഡറിലായിട്ടാണ് വരുന്നത്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 52 കിലോമീറ്ററോളാണ് ദൂരം വരുന്നത്. ഡയറക്റ്റ് KSRTC ബസ്സസ് അവൈലബിൾ ആണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് തെങ്കാശി, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ വഴി പോകുന്ന KSRTC ബസ്സുകളിൽ കയറിയാൽ മതി. അവർ ഡയറക്റ്റ് അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കും. ട്രെയിനിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തോ കൊല്ലത്തോ ഇറങ്ങാം. കോഴിക്കോട്, കോട്ടയം സൈഡിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ കൊല്ലത്തിറങ്ങി അവിടെ നിന്ന് കുളത്തൂപ്പുഴ ബസ്സിൽ വരുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പാർക്കിംഗ് ഫീസ് ഒന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ടതില്ല. സോ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഇവിടെ നമുക്ക് പലതരം ട്രക്കിംഗ് പാക്കേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ നമ്മൾ സ്റ്റേ ഒന്നും ഇല്ലാതെയാണ് പാക്കേജ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 500-600 രൂപ മുതൽ നമുക്ക് നല്ല പാക്കേജസ് അവൈലബിൾ ആണ്. ഇനി ഓവർനൈറ്റ് സ്റ്റേയോട് കൂടിയുള്ള പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഒരു 2500 രൂപ മുതലൊക്കെ നല്ല പാക്കേജസ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഈ വട്ടത്തെ അരിപ്പ ഫോറസ്റ്റ് വിസിറ്റ് ഹൈക്കർ ഇന്ത്യയുടെ കാടുത്സവം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരുന്നു. സോ നമുക്ക് ഒരാൾക്ക് 3400 രൂപയാണ് പാക്കേജ് കോസ്റ്റ് വന്നത്. ഹൈക്കർ ഇന്ത്യയുടെ പാക്കേജിനെ കുറിച്ചൊന്ന് ചുരുക്കി പറയാം. ഇതൊരു 2 ഡേ പ്രോഗ്രാമാണ്. ഒരു ശനിയാഴ്ച ഉച്ച മുതൽ പിറ്റേന്ന് ഞായറാഴ്ച ഉച്ച വരെയാണ് പ്രോഗ്രാം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് വരുന്നത് മെയിനായിട്ട് 2 ട്രക്കിംഗ് ആണ്. ആദ്യത്തെ ദിവസം നമുക്ക് ട്രൈബൽ വില്ലേജിലോട്ടൊരു വിസിറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ദിവസം നമ്മുടെ ലോങ് ട്രക്ക് ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 10 to 12 കിലോമീറ്റേഴ്സ് ആണ് ഈ രണ്ടാമത്തെ ദിവസത്തെ ട്രക്കിംഗ്. ഇതെല്ലാം കൂടി വരുന്ന പാക്കേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 3400 രൂപയായിരുന്നു. ട്രക്കിങ്ങിന് പുറമെ നമുക്ക് ഇവിടെയുള്ള ഗോത്രങ്ങളുടെ അവരുടേതായ സംസ്കാരവും കലകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് പരിചയപ്പെടുത്തി തരും. സോ അവരുടെ സെപ്പറേറ്റ് ഒരു കൾച്ചറൽ പ്രോഗ്രാം തന്നെ നമുക്കുണ്ടായിരുന്നു. അതിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസും അവരുടെ ജീവിത രീതിയും എല്ലാം വിശദീകരിച്ച് തന്നിരുന്നു. നോർമൽ ട്രക്കിംഗ് പാക്കേജസിൽ ഈ കൾച്ചറൽ പ്രോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഹൈക്കർ ഇന്ത്യയുടെ പാക്കേജ് എടുത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് അതെല്ലാം കാണാൻ സാധിച്ചത്. ഇവിടെ നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഇവിടെ തന്നെയുള്ള ജ്യോതിസ്മതി ബംഗ്ലാവ്, അല്ലെങ്കിൽ നമുക്ക് ശങ്കിലി മാൻഷൻ. ഇതിലേത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സോ നമ്മൾ നിന്നത് ശങ്കിലി മാൻഷനിലാണ്. ഈ ശങ്കിലി മാൻഷൻ എന്ന് പറയുന്ന അടുത്തടുത്തുള്ള സെപ്പറേറ്റ് കോട്ടേജസ് ആണ്. ഇതിൽ ഓരോ കോട്ടേജിനകത്തും ഏകദേശം 4 മുതൽ 6 പേർക്ക് വരെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. ഇതിനടുത്ത് തന്നെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അതുപോലെ കിച്ചൺ എല്ലാം ഉണ്ട്. സോ നമ്മളിവിടെ സ്റ്റേ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, റെസ്റ്റ് എടുക്കാം, എല്ലാം ചെയ്യാം. വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. റിസർവ് വനങ്ങളാണ്. അതിലൂടെ നമ്മുടെ പോകുന്ന വഴിക്ക് ആ കാര്യങ്ങളൊക്കെ ഒരു സുലോചന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് തുടങ്ങാം. ഞാൻ ഡാരിൽ TJ ഇവിടുത്തെ ഫീൽഡ് ഓഫീസറാണ്. എന്നെ കൂടാതെ ഒരു അസിസ്റ്റന്റ്. കോട്ടോമ ഉന്നതിയിലാണ് താമസിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ആ ഉന്നതിയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഉന്നതി സെറ്റിൽമെൻ്റാണ് പണ്ട് പറഞ്ഞിരുന്നത്, ഊരികളെന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ പേര് മാറ്റി ഉന്നതിയാക്കി. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉന്നതി അല്ല. ഇപ്പോൾ ഒക്കെ മെച്ചുറായി. നിങ്ങളെപ്പോലെ തന്നെ വാർത്ത വീടുകളും എല്ലാം ഒക്കെ ആയി. എല്ലാവരും പുരോഗമനത്തിൻ്റെ വക്കിലോട്ടായി. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഈറമേഞ്ഞ വീടും പുല്ലുമേഞ്ഞ വീടൊക്കെ ഇപ്പം അന്യം നിന്നു, തീർന്നു. അതൊന്നും ആരും വെക്കാറില്ല. ഈ ശങ്കിലി മാൻഷൻ എന്നുള്ള പേര് ഞങ്ങൾക്കൊരു കൗതുകമായിരുന്നു. സോ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കിലി എന്ന് പറഞ്ഞത് ഇവരുടെ ഒരു ഉൾക്കാടിൻ്റെ പേരാണ്. ശങ്കിലി വനം എന്ന് പറഞ്ഞൊരു വനമുണ്ട്. സോ ആ വനത്തിൽ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് എന്ന് പറയുന്നത് ശംഖിൽ നിന്ന് വരുന്ന സൗണ്ട് പോലെയാണ്. ശംഖൊലി എന്നാണ് അവരതിനെ പറയുന്നത്. സോ ശംഖൊലി പോലെയുള്ള സൗണ്ടുള്ള വെള്ളച്ചാട്ടം ഉള്ളത് കൊണ്ടാണ് ആ കാടിന് ശംഖിലി വനം എന്ന് പറയുന്നത്. അതാണ് ഈ മാൻഷന് നമ്മൾ പേരിട്ടിരിക്കുന്നത്.
ശംഖിലി മാൻഷന് തന്നെ ഓരോ കോട്ടേജസിനും ഓരോ പക്ഷികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബേർഡ് വാച്ചിങ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ അരിപ്പ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് കേട്ടോ. ഞങ്ങൾ പക്ഷെ പോയത് മെയ്യിലാണ് പോയതെങ്കിലും ഇവിടെ അത്യാവശ്യം ചെറിയ മഴയൊക്കെ പെയ്തിരുന്നു ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇനി ഞങ്ങളുടെ ഫസ്റ്റ് ദിവസത്തെ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് പറയാം. സോ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഫസ്റ്റ് ദിവസത്തെ ട്രെക്കിങ്ങും സെക്കൻഡ് ഡേ ട്രെക്കിങ്ങും 2 സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയായിരുന്നു. സോ അതെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ്. സെപ്പറേറ്റ് 2 വീഡിയോസാണ്. ഞങ്ങൾ രാവിലെ തമ്പാനൂരിൽ നിന്ന് KSRTC ബസ്സിലാണ് വന്നത് കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ എത്തി. നമ്മളവിടെ ഇറങ്ങിയതും ആദ്യം കാണുന്നത് ഫ്രണ്ടിലുള്ള കുരങ്ങന്മാരൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിന് മുന്നിൽ തന്നെ ഒരുപാട് കുരങ്ങന്മാരെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഏകദേശം ഒരു 1 മണിയോടെ ഞങ്ങളുടെ ഒപ്പമുള്ള എല്ലാവരും വന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലോട്ടുണ്ട്. അത് നമുക്ക് വണ്ടിയിൽ തന്നെ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ശംഖിലി മാൻഷൻ്റെ മുന്നിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അതിനുശേഷമാണ് നമ്മൾ ഈവനിങ് ട്രക്കിങ്ങിന് പോകുന്നത്. സോ ഈ ആദ്യത്തെ ട്രക്കിംഗ് ഏകദേശം ഒരു 3 കിലോമീറ്ററോളാണുള്ളത്. നമ്മൾ ട്രൈബൽ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് പോകും. അതിന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണും. ഈ ട്രക്കിങ്ങിന് നമ്മൾ ലീഡ് ചെയ്യുന്നത് സുലോചന ചേച്ചിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സും ഉണ്ട്. 1-2 സ്ഥലത്ത് നമുക്ക് ചെറിയ ക്രോസിംഗ് ഒക്കെ വരുന്നുണ്ട്. ആനയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കിടങ്ങുകളാണിത്. അതുപോലെ ട്രൈബൽ വില്ലേജിലുള്ള ഗ്രാമങ്ങളെ വീടുകളെല്ലാം ഇപ്പോൾ നമ്മൾ ഉന്നതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ വില്ലേജിൽ അധികം ആൾക്കാരൊന്നുമില്ല, എല്ലാവരും കാട്ടിനുള്ളിൽ പോയിരിക്കുകയാണ്. സോ ഒരു മാസത്തിൽ കുറച്ച് ദിവസമാണ് വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. പോകുന്ന വഴി സുലോചന ചേച്ചി നമുക്ക് പണ്ടുണ്ടായിരുന്ന വാരിക്കുഴികളെല്ലാം കാണിച്ചു തന്നു. ഇതാണ് വാരിക്കുഴി. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റിനൊക്കെ പിന്നെ കാശ് ഖജനാവിൽ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും വനം വകുപ്പ് ഇതുപോലുള്ള വാരിക്കുഴികളെടുത്ത് ആനയെ മെരുക്കി വിപണനം നടത്തിയിരുന്നു. അതുപോലെ നമ്മുടെ ശംഖിലി വനത്തിൽ ഇതുപോലെ ധാരാളം വാരിക്കുഴികളെടുത്ത് ധാരാളം ആനകളെ പിടിച്ച് ഗവൺമെൻറ്റിന് കൊടുത്ത് പിന്നെ ലാഭം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാരിക്കുഴിയിൽ ആനയെ പിടിക്കുന്നില്ല. യാദൃശ്യമായിട്ട് ഈ കുഴികളിലൊക്കെ ആന വീണ് കഴിഞ്ഞാൽ അവർ പിടിച്ച് ആനക്കൊട്ടിൽ കൊണ്ടാവും. ഈ വാരിക്കുഴി എടുക്കുന്നത് രീതി എന്ന് പറയുമ്പോൾ ഉൾഭാഗം വീതി കൂട്ടിയും മുകൾ ഭാഗം വീതി കുറച്ചുമാണ്. ഇതിപ്പം മഴ പെയ്ത് ആണ് ഇങ്ങനെ ഈ കുഴി ഇത്രയും വിസ്താരമായത്. അപ്പോൾ ഈ ആന വീണതിന് ശേഷം ഒരാഴ്ച ആന കുഴി തന്നെ നിൽക്കും. കാരണം ആഹാരവും വെള്ളമൊന്നും കിട്ടാതെ ആന ഇങ്ങനെ നിൽക്കും. നിന്നതിന് ശേഷം അവർ വന്ന് ഈ കുഴി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണ്ണ് ദൂരെ എടുത്ത് മാറ്റും. ഇവിടെ ഇടത്തില്ല. കാരണം ആന മണ്ണിട്ടാൽ വരില്ല. അതുകൊണ്ട് ആനയ്ക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഈ മണ്ണിന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്ത് കമ്പുകളും ചുള്ളികളും ഇട്ട് കുഴി നിമത്തിടും, മൂടിയിടുമ്പോഴാണ് ആന വന്ന് വീഴുന്നത്. ആന വീണ് കഴിഞ്ഞാൽ ആനയെ ഒരാഴ്ച പട്ടിണിക്കിട്ടേക്കും. അന്ന് അടുക്കാൻ പറ്റില്ല. അപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ 2 കമ്പിട്ടിട്ട് കപ്പിയിട്ട് കെട്ടി അത് ആ കപ്പിക്കകത്ത് കയറിട്ടിട്ടാണ് ഒരാൾ തൂങ്ങി നിന്ന് ആനയ്ക്ക് ഇങ്ങനെ വെള്ളം ഇറ്റിച്ച് കൊടുക്കുമ്പോൾ ആന തുമ്പി പൊക്കുന്ന സമയത്താണ് കയറ് കഴുത്തിലിടുന്നത്. ഇട്ടിട്ട് ആനയെ 4 പാപ്പാന്മാർ 4 താപ്പാനയും കൂടെ നിന്നിട്ടാണ് പിടിച്ച് മുകളിലോട്ട് കയറ്റുന്നത്. കയറ്റി അത് കൊണ്ടുപോകുമ്പോഴും 2 സൈഡിലും ഇങ്ങനെ ആൾക്കാർ നിന്ന് ആനയും ആളും നിന്ന് എന്നെ പാപ്പന്മാർ നിന്ന് മെരിക്കുകയാണ് വണ്ടി കയറ്റി ആനക്കൂട്ടിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് കുളത്തുപ്പുഴ ഒരു ആനക്കൂട് ഉണ്ടായിരുന്നു. ആ ആനക്കൂട് ഇപ്പോൾ ശിവക്ഷേത്രമായിട്ട് മാറി. എന്നിട്ട് ഈ 4 പാപ്പന്മാരിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ ആന ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ കുറേശ്ശെ പുറത്ത് പതുക്കെ ഓരോ സാധനങ്ങൾ കൊടുത്ത് ആനയെ പതുക്കെ പുറത്തോട്ട് കൊണ്ടുവരും. ഹാളിനകത്ത് കൊണ്ടുവരും. അതിന് ശേഷമേ പുറത്ത് കൊണ്ടുവരുള്ളൂ. അവിടെ നിന്ന് ആനയെ കളിപ്പിച്ച് ആന മെരുങ്ങി നല്ലവണ്ണം പൂർണ്ണമായി മെരുങ്ങി എന്ന് കണ്ടതിന് ശേഷം മാത്രമേ ആനയെ കുളിപ്പിക്കാനും പട്ട കൊടുക്കാനും ഒക്കെ പുറത്തിറക്കത്തുള്ളൂ. ഈ 4 പാപ്പന്മാരിൽ ഏതെങ്കിലും ഒരാളെ മാത്രമേ ആന ഇഷ്ടപ്പെടത്തുള്ളൂ. ഇതിപ്പോൾ മഴ വന്ന് ഇങ്ങനെ മണ്ണ് ഒലിച്ചൊലിച്ച് വിസ്താരമായതാണ്. ഇതിൻ്റെ അടുത്ത് 4-6 കുഴികൾ കാണും. അതെല്ലാം കുഴിയാണ്. അടുത്തടുത്ത് 6 കുഴിയാണ് എടുക്കുന്നത്. ആന വരുന്ന വഴി ആനയുടെ ഏലെന്ന് പറയും. ഈ വള്ളി ഇത് കാട്ടുകിഴങ്ങിൻ്റെ വള്ളിയാണ്. നാരുകിഴങ്ങ്, നെടുവൻ എന്നൊക്കെ പറയും. ഇത് കഴിക്കാൻ പറ്റും. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഈ
കനമില്ല, നീണ്ട കിഴങ്ങാണ്. ഇത് തോണ്ടിയെടുക്കാൻ എളുപ്പമാണ് ഇത് മറ്റുള്ള കിഴങ്ങിനെ അപേക്ഷിച്ച്. കുറേ കിട്ടും, നാരുള്ളതാണ്. മൂലക്കുരു അർച്ചസിനൊക്കെ നല്ല ഒരു ഐറ്റമുണ്ട്. പുല്ലാന്നി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടും. ഇയാൾ വേനൽ സമയങ്ങളിൽ വള്ളിയിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ മൂട്ടിൽ നിന്ന് 1 മീറ്റർ മേളിൽ 2 ഭാഗവും ഒരുമിച്ച് വെട്ടിയാൽ മതി. വെള്ളം ഇങ്ങനെ ഇറ്റ് വീഴും. ഏകദേശം ഒരു 250-300 ഗ്രാം വെള്ളമൊക്കെ ഒരു തടിയിൽ നിന്ന് നമുക്ക് കിട്ടും. പുല്ലാന്നി അല്ലെങ്കിൽ പുല്ലാഞ്ഞി അങ്ങനെ പല പേരിൽ അറിയപ്പെടും. ഇപ്പോൾ പൂത്ത് നേരത്തെ കഴിഞ്ഞ മാസം, ഈ മാസം ലാസ്റ്റാണ്ട ഇപ്പോൾ കരിഞ്ഞു പോയി പൂവ്. ഇതാണ് പൂവ്. അല്ലല്ല, ഇത് കൊട്ട നെയ്യത്തില്ല. ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇതിന് നല്ല പൈസയാണ്, അങ്ങാടിയിലൊക്കെ നല്ല വിലയാണ്. അതുപോലെ നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ചായയും ഇവരുടെ സ്നാക്സും എല്ലാം തന്നിരുന്നു. പിന്നെ ഉപ്പനച്ചം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പുളിയുടെ ടേസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നിരുന്നു. ഞങ്ങൾ പറയുന്നത് ഉപ്പനച്ചം, പുറത്തുള്ളൊരു മീൻപുളി എന്നാണ് പറയുന്നത്. ഉള്ളുണ്ട്. ഓ ചേമ്പാണ്, ഇത് കരിഞ്ചേമ്പാണ്. ഇത് കൊളസ്ട്രോളിന് ഒരു ഔഷധ ഗുണമാണ് കരിഞ്ചേമ്പ്. ഇത് താമരക്കണ്ണൻ കരിഞ്ചേമ്പെന്ന് പറയും. ഇത് കിഴങ്ങല്ല, ഇലയാണ്. ഇലയും തണ്ടുമാണ് കഴിക്കും. കളങ്ങിയെന്നാണ് പറയുന്നത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ നടക്കുമ്പോൾ ആഹാര സാധനങ്ങളൊന്നും കിട്ടാതെ വന്നാൽ ഇതിൻ്റെ ഒരു മൂട് പുഴുത് ചിലപ്പോൾ കഴുകൂല, ചിലപ്പോൾ മണ്ണൊക്കെ തട്ടി കളഞ്ഞിട്ട് ഞങ്ങൾ വായിലിട്ട് ചവച്ച് കുറച്ച് വെള്ളവും കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണവും വിശപ്പും ദാഹവും ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഒരാഴ്ച വേണമെങ്കിൽ ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് അതിന്റെ കുഞ്ഞു ചെടിയാണ്. അതാണ്ട് ഇത് അതെല്ലാം അതിൽ നിന്ന് പിടിച്ചതാണ്. അതിപ്പോൾ ഇവിടെ ഒരു മൂടും കൂടെ പിടിച്ചതാണ്. അവിടെ അങ്ങനെ ഒരു വിത്ത് വന്നതാണ്. കിളികളൊക്കെ കൊത്തി തിന്നിട്ട് അവിടെ ചെന്നിരുന്നപ്പോൾ വന്ന് പറ്റിയതാണ്. ഇത് നിറച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു തൈ നിങ്ങൾക്ക് തന്നെ വരാനുള്ളത്. നമ്മൾ കാണി സമുദായത്തിൽപ്പെട്ട കുട്ടിമാത്തം കാണിയും മാത്തം കാണിയും മല്ലം കാണി അങ്ങനെ 3 ആൾക്കാരാണ് ഞങ്ങളുടെ. അത് കോട്ടൂരുള്ള ചേട്ടന്മാരാണ് കണ്ടുപിടിച്ച്. ഇതിനെ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ചാത്തം കളങ്ങി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ബൊട്ടാണിക്കൽ നെയിമാണ് ആരോഗ്യ പച്ച എന്നുള്ളത്. അപ്പോൾ നമ്മളിത് പണ്ടേ ഞങ്ങളിതിന് ചാത്തം കളങ്ങി എന്നാണ് പറയുന്നത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ നടക്കുമ്പോൾ ആഹാര സാധനങ്ങളൊന്നും കിട്ടാതെ വന്നാൽ ഇതിൻ്റെ ഒരു മൂട് പുഴുത് ചിലപ്പോൾ കഴുകൂല, ചിലപ്പോൾ മണ്ണൊക്കെ തട്ടി കളഞ്ഞിട്ട് ഞങ്ങൾ വായിലിട്ട് ചവച്ച് കുറച്ച് വെള്ളവും കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണവും വിശപ്പും ദാഹവും ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഒരാഴ്ച വേണമെങ്കിൽ നമുക്ക് ഇത് കഴിച്ചുകൊണ്ട് ഇതിൻ്റെ കായുണ്ട് ഇതിന്. ഇപ്പോൾ കായൊന്നുമില്ല. ഇതുപോലെ ഗസ്റ്റുകൾ വന്ന് ഞാൻ പറിച്ച് കൊടുത്ത് കായൊക്കെ തീർന്ന്. അപ്പോൾ ഇതിൻ്റെ വേര് തൊട്ട് ഇല കായെല്ലാം കഴിക്കാം. പിന്നെ ഇല നല്ല കട്ടിയാണ്, ടൈറ്റാണ്. ഇത് കഴിക്കാൻ നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല. പിന്നെ കുറേ കാഠിന്യം ഉള്ളതാണ് ഇലയ്ക്ക്. വേര് തൊട്ട് മൂലകാണ്ഡം വരെ ഔഷധമാണ്. നമുക്ക് ഒരു ദിവസം ആഹാരമൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നീര് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉമിനീര് വരാനും നല്ല എനർജറ്റിക് ആവും. നമ്മുടെ ബ്ലഡെല്ലാം നല്ല ഇതാവും. പിന്നെ നല്ല നമ്മളൊരു നല്ലൊരു എനർജറ്റിക് ആവും നമ്മുടെ ശരീരാവയവങ്ങളെല്ലാം. അത്രയ്ക്ക് പവറുള്ളൊരു ഔഷധമാണ് ആരോഗ്യ പച്ച. പിന്നെ ഞങ്ങൾ ഇതിൽ ചേർത്തിട്ട് പായസം എല്ലാം വെച്ച് ഇതും ചേർത്തിട്ട് പായസമൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകളിൽ ചേർത്തിട്ട് കൊടുക്കും. അത്രയ്ക്ക്. അല്ലാതെ തന്നെ നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാൻ പറ്റും. കൃഷി ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ഇത് കൃഷിയൊന്നും ആരും ചെയ്യുന്നില്ല. ഇവിടുത്തെ അവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ബോട്ടാണിക്കൽ ഗാർഡനിൽ. അവർക്കാണ് ഇവിടെ നിന്ന് ധാരാളം എടുത്ത് നമ്മൾ ഇപ്പോൾ കാട്ടിൽ ഇനിയിപ്പോൾ ചെറിയ തൈകളാണ് ഇനി വരണം. നമ്മുടെ പൊന്മുടിയുടെ താഴെയുള്ള അഗസ്ത്യാർ വനത്തിൻ്റെ താഴെയുള്ള താഴ്വാരങ്ങളിലെല്ലാം ധാരാളം ഉണ്ട് എന്ന് പറയും. ഇത് ഞങ്ങൾ ആഹാരമായിട്ട് തോരൻ വെച്ച് മെഴുക്ക് പുരട്ടിയൊക്കെ കഴിക്കും. രണ്ടും ഒരേ ചെടിയാ? ഇതാണ് ഏറ്റവും പ്യുവർ.
ഇതിൻ്റെ കൊണ്ടയാണ് നമ്മൾ കൊണ്ടയും ഈ ഇലയുമാണ് എടുക്കുന്നത് കഴിക്കാൻ. ഇത് ഇത്തിരി ടൈറ്റാണ്, മുറ്റിപ്പോയി. ഇതാണ് ഇതിൽ കുറേ പറിച്ചെടുത്തിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. ഇത് കൊളസ്ട്രോള് രക്തത്തെ ശുദ്ധീകരിക്കാൻ വളരെ കഴിവുള്ളൊരു ഔഷധമാണ്. ഇതിൻ്റെ ഗുണം ശരീരത്തിൽ ദിവസവും കഴിച്ചാൽ അത്രയും നല്ലതാണ്. നമ്മളങ്ങനെ കിട്ടത്തില്ല. ഇപ്പം അവിടെ 2-3 മുട ഉള്ളു. അതൊരു ചെറിയൊരു ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി വയ്ക്കാം. അത്ര ഈ തിളിരി ഇലയെല്ലാം പറിച്ചിട്ട് മെഴുക്ക് വെച്ച് പെരളി കണയല്ല, കണയുടെ വർഗത്തിൽ പെട്ടത് തന്നെയാണെങ്കിൽ ഇത് പറ്റിയിരിക്കുന്നതാണ്. പന്നല് പോലെ പറ്റിയിരിക്കുന്നതാണ്. കണ എന്ന് പറയുമ്പോൾ അത് മരമായിട്ട് പോകണം. കള എന്നൊക്കെ പറയും. അപ്പോൾ എന്നെ പറഞ്ഞിട്ടുള്ള ദൗത്യം നമ്മുടെ ഉന്നതിയിലുള്ള ഞങ്ങളുടെ ആദിവാസികളുടെ കാണി സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് എന്നെ ഇപ്പം ഊരിമൂപ്പൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമാണ്. കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഊരിമൂപ്പൻ മൂട്ടുകാണി മുതൽപ്പേർ സിസ്റ്റം. അപ്പം വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് മൂട്ടില്ല മേനില്ല ഇങ്ങനെ ഇല്ലെന്ന് നോക്കിയാൽ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെ ഇപ്പോഴും കല്യാണമായിട്ട് നടത്തിയാൽ നമ്മളെ ആൾക്കാർ തന്നെ വന്ന് കെട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇല്ലെന്ന് നോക്കി ഞങ്ങൾ കല്യാണം കഴിക്കുള്ളൂ. പിന്നെ സ്നേഹിച്ചൊക്കെ പോയാൽ ഇല്ലെന്ന് നോക്കാറില്ല. അപ്പം പിന്നെ അല്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യും. അറിയാമല്ലോ, പുറത്തെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഉന്നതിയിലും അടിക്കും. എല്ലാ ഉന്നതിയിലും അങ്ങനെ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയായിരുന്നു. നമ്മുടെ വലിയ കാരണന്മാരുടെ വാക്ക് ലംഘിച്ച് പുറത്തുള്ള ആൾക്കാരുടെ സ്നേഹിച്ച് പോയാലോ അവരെ അടിക്കും, ഇവിടെ ഉള്ള ആളിനെ അടിക്കും. അല്ല, അവരെ മാത്രം അടിക്കത്തില്ല, 2 കക്ഷിയെ അടിക്കും. പിന്നെ ചിലവരടിച്ചാലും മാറാതെ കല്യാണം കഴിച്ചവരും ഉണ്ട്. അടിച്ചാലും മാറാതെ കല്യാണം കഴിക്കും. അങ്ങനെയുള്ള പിന്നെ ഇവരിങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിലക്കുണ്ട്. കൂടെ നിന്ന് ഊരിന്ന് അവരെ പറഞ്ഞു അയക്കും. കാട്ടിലോ നാട്ടിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോളാം. ഊരിനകത്ത് അവരെ ഒരു കാര്യത്തിനും കൂട്ടത്തില്ല. അങ്ങനെയുള്ള വിലക്ക് സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു 10-20 വർഷത്തിന് മുന്നേ അങ്ങനത്തെ സിസ്റ്റം, 25 വർഷത്തിന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു. മൂട്ടുകാണി മുതപ്പേ സിസ്റ്റം മാറിയതോടുകൂടി ഗവൺമെൻറ് വന്ന് ഊരുകൂട്ടം ആയതോടുകൂടി ആ സിസ്റ്റമൊക്കെ അങ്ങ് മൂട്ടുകാണി മുതപ്പേരാണ് ഞങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ നയിച്ചിരുന്നത്, നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി ഗവൺമെൻറ്റൊക്കെ വന്നപ്പോൾ ഊരുകൂട്ടമായി. ഊരുകൂട്ടത്തിൽ നിന്ന് ഊരുമൂപ്പൻ തിരഞ്ഞെടുത്ത് ഊരുമൂപ്പനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഉണ്ട് ഊരുമൂപ്പൻ. അത് ഇവിടുത്തെ ഈ ഉന്നതിയുടെ ആൾത്തറയാണ്. ഇത് വൃശ്ചിക മാസം 1-ാം തീയതി തൊട്ട് 41-ാം തീയതി വരെയാണ് ഇവിടുത്തെ ഉത്സവം. വിളക്കെല്ലാം വെച്ച് നമ്മൾ ജനങ്ങൾ മൊത്തം ഒത്തുകൂടി ഇവിടെ ഉത്സവം നടത്തും. പിന്നെ 41 ദിവസം അത് നമ്മൾ നടന്ന് ഏകദേശം ഉന്നതിയിലെത്തിയപ്പോഴേക്കും തന്നെ ചെറിയ രീതിയിൽ മഴയെല്ലാം തുടങ്ങിയിരുന്നു. സോ തിരിച്ചു വരുന്ന വഴി നല്ല ഹെവി മഴയായിരുന്നു. ഏകദേശം ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തി. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം തുടങ്ങാറായി. ഏകദേശം ഒരു 7:30 കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങി. നമ്മുടെ ഗോത്രകലകളും സംസ്കാരങ്ങളും എല്ലാം മറ്റുള്ളവർക്കും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടി KFDCയുടെ പാക്കേജിൽ ഇവർക്കൊരു സെപ്പറേറ്റ് സ്പേസ് തന്നെയുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്ന് ഞങ്ങളങ്ങനെ ഒരുപാട് പുതിയ ചെടികളെയും ഗോത്ര സംസ്കാരവും എല്ലാം പരിചയപ്പെട്ടു. നമ്മൾ കരിഞ്ചേമ്പ്, ആരോഗ്യപ്പച്ച, പുല്ലാഞ്ഞി, ഉപ്പനച്ചം അതുപോലെയുള്ള ഇതുവരെ കേൾക്കാത്ത കുറേ ചെടികളെ ഞങ്ങളിന്ന് പരിചയപ്പെട്ടിരുന്നു.
മുത്ത് കൊണ്ടുള്ള സംഭവമാണ്. പോയത് ആരായിട്ടൂടെ നാഗാലാൻഡിൽ ഞാൻ പോയത് ഇതിന് പായസം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാഗാലാൻഡ്, മേഘാലയ, കൊഹിമ, ആസാം, ഒറീസ, ചിറാപുഞ്ചി അവിടെ എല്ലാം ഞാൻ പോയി. ഇത് കോളേജ് ബേസ് ചെയ്തിട്ടാണ് പോയത്. ഇതിൻ്റെ പായസമാണ് വെച്ച് കൊടുക്കാനാണ് പോയത്. പിന്നെ ഇതിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാം, പിന്നെ പുഴുങ്ങി കഴിക്കാം, കാട്ടുകിഴങ്ങിന് ചേർത്ത് അരച്ചിട്ട് കഴിക്കാം. അങ്ങനെ ഒത്തിരി ആഹാരങ്ങളിലൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് കൂടാതെ ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ ശ്വാസം കഫത്തിന് നൈറ്റ് ഡിന്നർ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി പുറത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങാൻ പോയത്. സോ അരിപ്പയിൽ ഡേ 1 എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് പുതിയ അറിവുകളാണ് നമുക്കിതിൽ കിട്ടിയത്. ഇനി നാളെ നമ്മൾ രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ എണീക്കണം. നമുക്കൊരു 6:30യോട് കൂടി രാവിലത്തെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ ട്രെക്കിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ മറക്കാതെ അടുത്ത വീഡിയോയും കൂടി കാണും. താങ്ക് യു.